കൂടത്തായി ഒരുപാട് നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കുടിയേറ്റ ഗ്രാമം. ആ ഗ്രാമത്തിലെ നന്മ മരമായിരുന്നു ടോം സാറിൻ്റേത്. തോമസ് സാറിൻ്റെ ആ പൊന്നാമറ്റൻ കുടുംബം ഇന്ന് അനാഥമായി കിടക്കുന്നു. ആരുടെ നെഞ്ചും തകരും ഈ വീടിനകത്തേക്ക് കയറുമ്പോൾ തോമസ് സാറിൻ്റെയും അന്നമ്മ ടീച്ചറിൻ്റെയും ചിത്രങ്ങൾ വൃത്തിയായി ഭിത്തിയിൽ ചേർന്ന് നിൽക്കുന്നു. തൊട്ടടുത്ത് തന്നെ മകൻ റോയിയുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ചിത്രങ്ങൾ. കരളലിയിക്കുന്ന ഈ കാഴ്ചകൾക്കിപ്പുറം ജോളി എന്ന സീരിയൽ കില്ലറിൻ്റെ ചിരിക്കുന്ന മുഖം. ഈ വൈരുദ്ധ്യമാണ് പോലീസ് ഇപ്പോൾ തിരയുന്നത്. കേരളം അന്വേഷിക്കുന്നതും ആ ചിരിക്കുന്ന മുഖത്തൊളിപ്പിച്ച ക്രിമിനൽ പാവങ്ങളാണ്. ജോളിയുടെ ലക്ഷ്യമെന്തായിരുന്നു? പൊന്നാമറ്റം കുടുംബത്തിലെ 6 അംഗങ്ങളെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ കൊല ചെയ്ത ജോളിയുടെ ലക്ഷ്യങ്ങൾ പലതായിരുന്നുവെന്ന് പോലീസ്. അമ്മായിമ്മ പോരിൽ അന്നമ്മയെയും, സ്വത്ത് തട്ടാൻ ഭർത്തൃപിതാവിനെയും, അവിഹിത ബന്ധമുറപ്പിക്കാൻ ഭർത്താവിനെയും, അന്യപുരുഷനെ സ്വന്തം ഭർത്താവായി ലഭിക്കാൻ അയാളുടെ ഭാര്യയെയും കുഞ്ഞിനെയും കൊന്നുകളഞ്ഞുവെന്ന കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുറത്തു വന്ന ഈ വാർത്തയ്ക്കപ്പുറം മറ്റെന്തെങ്കിലും വലിയ ദുരൂഹതകൾ, വലിയ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? അതാണ് കേരളം ഇപ്പോൾ അന്വേഷിക്കുന്നതും. ഇപ്പറഞ്ഞ കാരണങ്ങൾക്കപ്പുറം ഒരു വലിയ ദുരൂഹത ആ ജോളി എന്ന ക്രിമിനൽ സീരിയൽ കില്ലറിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് വേണം കരുതാൻ. ഈ കാരണങ്ങളൊന്നും കൊണ്ട് ഇത്രയേറെ അംഗങ്ങളെ വകവരുത്താൻ ജോളിയെപ്പോലൊരു സ്ത്രീക്ക് കഴിയില്ല എന്ന് കരുതുന്നവരാണ് കേരളത്തിലേറെയും. ഈ പ്രതികരണങ്ങളിലേക്ക് നിങ്ങളൊന്ന് ചെവിയോർക്കൂ. ഇത് കൂടത്തായിലെ നമ്മുടെ സഹോദരങ്ങൾ പറയുന്നതാണ്. പൊന്നാമറ്റം തറവാടിന് ചുറ്റുമുള്ള നാട്ടുകാർ പറയുന്നതാണ്. അവർക്ക് ജോളി പ്രിയപ്പെട്ടവളായിരുന്നു. ഇന്നലെ വരെ വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഇന്നത്തെ വാർത്തകൾ. ജോളി എന്ന സീരിയൽ കില്ലറിനെ കുറിച്ച് അവിശ്വസനീയമായ കഥകൾ കേൾക്കുമ്പോൾ പലരും തലയിൽ കൈവച്ച് പോകുന്നു. ദൈവമേ, ഇതെന്തൊരു ലോകം! ഇവളെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവൾ ഇങ്ങനത്തെ ഒരാളാണെന്നുള്ളത് തന്നെ ഇവിടെ ഞാനടക്കമുള്ള നാട്ടുകാർക്ക്, അയൽവാസികൾക്കും ബോധ്യമായത്. കാരണം ഞങ്ങളൊന്നും ഒരു വിധത്തിലും ഇത് പ്രതീക്ഷിച്ചില്ല. കേസ് ഇങ്ങനെ ഇപ്പോൾ വൈത്തിരിവായത് നമുക്ക് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ഫസ്റ്റ് കേട്ടപ്പോൾ സ്റ്റക്കായി പോയി. ജോളി ചെയ്തോ എന്നുള്ളൊരു സംശയം വന്നേ. 2-3 ദിവസമായിട്ടായിരിക്കും ഇവരെ കുറിച്ചിട്ട് പുറത്ത് വന്ന വിവരങ്ങൾ ഇപ്പായിരിക്കും. അതിന്റെ മുമ്പ് ഇവരെ കുറിച്ചിട്ട് 100% ക്ലീൻ ഇമേജാണ്. അതെ, മലയാളി വാർത്ത ടീം അന്വേഷിക്കുന്നതും അതുതന്നെയാണ്. 1.5 പതിറ്റാണ്ടിലേറെ ഒരു സ്ത്രീക്ക് ഒരു സമൂഹത്തെയാകെ കബളിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഇന്നലെ വരെ അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പള്ളിക്കാര്യങ്ങളിൽ, പ്രാർത്ഥന കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആ നാട്ടിലെ യുവതി. അയൽക്കാരുടെ പ്രശ്നങ്ങളിൽ ഓടിയെത്തുന്നവൾ, കൂട്ടുകാരികളുടെ പ്രശ്നങ്ങളിൽ ഓടിയെത്തുന്നവൾ. നാട്ടുകാർ അവിശ്വസനീയമായി പറയുമ്പോൾ മലയാളി വാർത്ത അന്വേഷിക്കുന്നതും അത്തരം ചില വസ്തുതകളിലേക്കാണ്. കൂടത്തായി ഗ്രാമത്തിൽ മുൻപ് ഒരുപാട് മാഷുമാരുണ്ടായിരുന്നു. പക്ഷേ ആ നാട്ടുകാർക്ക് ഒരു സാറാണ് ഉണ്ടായിരുന്നത്. അത് തോമസ് സാറായിരുന്നു, പൊന്നാമറ്റത്തെ തോമസ് സാർ. അന്നമ്മ ടീച്ചറിനെ പൊന്നുപോലായിരുന്നു നാട്ടുകാർക്ക്. അന്നമ്മ ടീച്ചറും തോമസ് സാറും റോയിയും റോജയും ഒക്കെ നാട്ടുകാർക്ക് വലിയ ഇഷ്ടപ്പെട്ടവരായിരുന്നു. അവർ ജനകീയരായിരുന്നെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അത്രയേറെ ജനകീയരായിരുന്നവർ, ഒരു തരത്തിലും സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ച് ജീവിക്കാത്തവർ, ഇത്ര വലിയ തറവാടികൾ, ഭൂസ്വത്തുള്ളവർ, അവർക്കാണ് ഇത്തരത്തിലൊരു ദുർഗതി വന്നത് എന്ന് ഓർക്കേണ്ടത്. കൂടത്തായി ഗ്രാമത്തിൽ നിന്ന് ഇപ്പോൾ UAE-യിലുള്ള റാഫി എന്ന പ്രവാസി പറയുന്നത് ഏറെ കൗതുകമുണർത്തുന്ന ചില വിശേഷങ്ങളാണ്. ആ കൂടത്തായി ഗ്രാമത്തിൽ ആദ്യമായി ടെലിവിഷൻ വാങ്ങുന്നത് തോമസ് സാറായിരുന്നു.
അന്ന് ഇറാഖ് കുവൈറ്റ് യുദ്ധം നടക്കുമ്പോൾ പ്രവാസികളുടെ ബന്ധുക്കളെല്ലാം തോമസ് സാറിൻ്റെ വീട്ടിൽ വാർത്ത കേൾക്കാനായി ഓടിയെത്തും. അവർക്കെല്ലാം ചായയും കാപ്പിയും ഒക്കെ കൊടുത്ത് യുദ്ധത്തിലൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിരുന്നതും തോമസ് സാറായിരുന്നു. അത്ര സ്നേഹനിധിയായിരുന്നു തോമസ് സാർ. നാട്ടുകാർ പറയുന്നത് അത് തന്നെയാണ്. തോമസ് സാറിന് റോയിയെയും ജോളിയെയും ഒക്കെ ആദ്യകാലത്ത് വലിയ ഇഷ്ടമായിരുന്നു. അതെ, ആ ഇഷ്ടം മുതലെടുത്താണ് ജോളിയുടെ തുടക്കം. കള്ളിയായിരുന്നു, അതിപ്പോൾ വ്യക്തമാണ്. പക്ഷെ എങ്ങനെ കള്ളിയായ ഒരു യുവതി ഇത്ര വലിയ ഒരു സീരിയൽ കില്ലറായി? അവിടെയാണ് അന്വേഷണത്തിൻ്റെ അനിവാര്യത എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ജോളിയുടെ ബാല്യത്തിൽ തുടങ്ങേണ്ടുന്ന അന്വേഷണമാണ് ഇവിടെ പോലീസ് നടത്തേണ്ടത്. അവരുടെ സ്കൂൾ ജീവിതവും ബാല്യവും കൗമാരവും ഒക്കെ പഠന വിധേയമാക്കണം. പോലീസ് ഇപ്പോൾ പറയുന്നത് സത്യമാണെങ്കിൽ ജോളി കൊന്നത് ഒരുപക്ഷെ 6 പേരെ ആയിരിക്കില്ല, അതിലേറെ കൊലകൾ നടന്നിട്ടുണ്ടാവും. പൊന്നാമറ്റം തറവാട്ടിലെ കണക്കെടുപ്പ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിനപ്പുറം ജോളിയുടെ ജീവിതം പരന്നു കിടക്കുന്ന ഒരുപാട് തലങ്ങളുണ്ട്. അവയിൽ പലതും ദുരൂഹമായി തന്നെ ഇപ്പോഴും തുടരുന്നു എന്ന് വേണം കാണാൻ. പൊന്നാമറ്റം തറവാട്ടിലെത്തിയ ജോളി റോയിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന കാർ എടുത്തുകൊണ്ട് NIT അധ്യാപികയാണെന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങും. വൈകുന്നേരമാണ് മടങ്ങിയെത്തുക. അതിവിദഗ്ധമായി 1.5 പതിറ്റാണ്ടാണ് ഒരു വീട്ടുകാരെയും നാട്ടുകാരെയും ജോളി കബളിപ്പിച്ചത്. നാട്ടുകാർ ഇപ്പോഴും പറയുന്നു NIT അധ്യാപിക, സമൂഹത്തിൽ അംഗീകാരമുള്ളവർ, വലിയ തറവാടി. അത്തരം ഉയരത്തിൽ തന്നെയാണ് ഞങ്ങളൊക്കെ അവളെ കണ്ടിട്ടുള്ളത്. എന്തൊരു വിനയമായിരുന്നു നാട്ടുകാരെ കാണുമ്പോൾ, എന്തൊരു സ്നേഹമായിരുന്നു. കബളിപ്പിക്കലിൻ്റെ മറ്റൊരു മുഖം. റെഞ്ചിയെയും റോജയെയും റോയിയെയും ഒക്കെ നാട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു. റോയിയെക്കുറിച്ച് നാട്ടുകാർ പറയുന്ന ആകെയുള്ള ഒരു പരാതി, റോയി വലിയ ഭക്ഷണപ്രിയനായിരുന്നു. അടുത്തുള്ള റഹിമിൻ്റെ ചായപ്പീടികയിലെത്തിയാൽ പിന്നെ അവിടെ കാണുന്നതൊക്കെ വാരി വലിച്ച് തിന്നുന്ന ശീലമൊക്കെയുള്ള ഒരു സഹൃദയൻ. ഇത്രയേറെ സഹൃദയരും സ്നേഹസമ്പന്നരുമായ ഒരു കുടുംബത്തെയാണ് ജോളി എന്ന സീരിയൽ കില്ലർ നിഷ്ഠൂരമായി ഇല്ലാതാക്കിയത്. ഇവിടെയാണ് നമ്മൾ തിരയേണ്ടത് ജോളി എന്ന ക്രിമിനൽ മനഃശാസ്ത്രത്തെക്കുറിച്ച്. ഇത്തരം വസ്തുതകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും ഒരു സംശയമുണ്ടാകാം. നമ്മളിപ്പോൾ പറയുന്ന, പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം കാരണങ്ങൾ മാത്രമാണോ ഈ 6 കൊലപാതകങ്ങൾക്കും പിന്നിൽ? അതല്ലാതെ മറ്റെന്തെങ്കിലും ദുരൂഹത മറനീക്കി പുറത്തു വരാനുണ്ടോ? അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംശയമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. റോയിയെ കൊന്നത്, ഷാജുവിൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊന്നത് ഷാജുവിനെ സ്വന്തമാക്കാനാണെന്ന് ജോളി പറയുമ്പോഴും അതിൽ ഏറെ വൈരുദ്ധ്യമുള്ള ഒരു കാര്യമുണ്ട്. ജോളി ഇപ്പോഴും തൻ്റെ ഏറ്റവും സ്വന്തമായി കരുതുന്നത് മാത്യുവിനെയാണ്. പൊന്നാമറ്റം തറവാട്ടിൽ എത്തിയ അന്ന് മുതൽ ജോളിയുടെ പ്രിയപ്പെട്ടവൻ മാത്യു ആയിരുന്നു. റോയിയും ജോളിയും തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങളുടെ ആദ്യകാല കാരണവും മാത്യു ആയിരുന്നു. എങ്കിൽ ഈ കൊലപാതകങ്ങളുടെ യഥാർത്ഥ സൂത്രധാരകൻ മാത്യു ആണോ? മാത്യുവിൻ്റെ ഒരു കൈപ്പാവയായി ജോളി ഈ സീരിയൽ കൊലപാതകങ്ങൾ നടത്തുകയായിരുന്നോ? ഇത്തരം അന്വേഷണങ്ങളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ പുറത്തേക്ക് മറനീക്കി വരുന്ന രാഷ്ട്രീയ നേതാവിനും ചില പോലീസുകാർക്കും കൂടിയുള്ള പങ്ക് ഇക്കാര്യത്തിൽ വ്യക്തമാവുകയാണ്. എങ്കിൽ നമ്മൾ കരുതുന്നതിനേക്കാൾ വളരെയേറെ ദുരൂഹതയായിരിക്കും ഈ കേസിന്റെ മാനങ്ങൾക്കുണ്ടാവുന്നത്. ജോളി എന്ന ഈ സീരിയൽ കില്ലറിനെ വ്യക്തമായി അനലൈസ് ചെയ്ത് ഈ ദുരൂഹതയുടെ ഓരോ ചുരുളും അഴിയിക്കേണ്ടതുണ്ട്. പൊന്നാമറ്റം തറവാടിനെ മാത്രമല്ല, കേരള സമൂഹത്തെ തന്നെ കൊന്നെറിഞ്ഞ ഒരു സംഭവമാണ് കൂടത്തായിയിലേത്. അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസ് ഒരുപക്ഷെ നിയമപണ്ഡിതർക്കാവാം. നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയുടെ, ഹൃദയവിശാലതയുടെ, സത്യസന്ധതയുടെ ഒരു തകർച്ചയാണ് കൂടത്തായി. കട്ടപ്പനയിൽ നിന്ന് കൂടത്തായിലെത്തിയ സുന്ദരിയായ ജോളി ഒരു സീരിയൽ കില്ലറായി മാറുന്ന ആരെയും അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അരങ്ങേറിയത്. ഓരോ നിമിഷവും ഇതിൻ്റെ ചുരുളഴിയുമ്പോൾ രക്തം മരവിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.